ഓപ്പറേഷൻ സിന്ദൂറിൽ 100 ഭീകരരെ വധിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വ്യാഴാഴ്ച നടന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. സ്ഥിതിഗതികളെ വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കുമെന്നും സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ സായുധ സേനകളെ രാഷ്ട്രീയ നേതാക്കൾ ഒറ്റക്കെട്ടായി അഭിനന്ദിച്ചുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനം മൂലം 13 സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പൂഞ്ച് സെക്ടറിലാണ് 13 പേർ മരിച്ചത്. 59 പേർക്ക് പാക് സൈന്യത്തിന്റെ വെടിവയ്പിൽ പരിക്കേറ്റു. ഇതിൽ 44 പേരും പൂഞ്ചിൽ നിന്നുള്ളവരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല. എന്തുകൊണ്ടാണ് 2 സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്നെന്ന ചോദ്യം യോഗത്തിൽ ഖാർഗെ ഉന്നയിച്ചു. പ്രധാനമന്ത്രി എന്തിനാണ് പ്രതിപക്ഷത്തെ പേടിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഒറ്റക്കെട്ടായ രാജ്യത്തോടൊപ്പം നിൽക്കുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു.